ഇന്നത്തെ വീഡിയോയിൽ മിക്സി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി കുറച്ച് കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കേടൊന്നും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ മിക്സി ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മിക്സി നമ്മൾ സാധാരണ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ മൂവ് ചെയ്യും, നമ്മൾ അരയ്ക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ. അപ്പം നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒരു ബുഷ് ഉണ്ട്, അപ്പോൾ ഇത് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനായിട്ട് നല്ല പാടാണ്. അപ്പം നമ്മളിതെടുത്ത് റാക്കിൽ വെക്കുകയാണെങ്കിൽ ഇത് എവിടെ വെച്ചാലും അവിടെ സ്റ്റിക്കായിരിക്കും, ആ പ്ലാസ്റ്റിക് ബുഷ് കാരണം. അപ്പം നമുക്കത് നല്ല സ്ട്രെയിൻ കൊടുത്താലേ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊരു ചെറിയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലൊരു പ്ലാസ്റ്റിക് പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്ത് പ്ലേറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. സ്റ്റീലല്ലാത്ത ഏത് പ്ലേറ്റ് എടുത്താലും മതി. അപ്പം അത് തറയിൽ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ പാട് വീഴാതിരിക്കാനായിട്ടാണ്. അപ്പം ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുക്കുക, അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമ്മുടെ മിക്സി ഒന്നെടുത്ത് വെച്ച് കൊടുക്കുക. ഇത് നല്ല പോലെ നമുക്ക് സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്ലേറ്റിന് അത്ര വിലയൊന്നുമില്ല, ഇതൊരു 30 രൂപയ്ക്ക് അകത്തൊക്കെ വരുള്ളൂ. ഈ പ്ലാസ്റ്റിക് പ്ലേറ്റാണ്. അപ്പം ഇതൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കുക, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ടിപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ വയറാണ്. മിക്സിയുടെ വയർ നമ്മൾ എപ്പോഴും നല്ല കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് വെള്ളത്തിൽ അങ്ങനെ വീണ് കിടന്നു കഴിഞ്ഞാൽ, ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കറണ്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വയർ നമ്മൾ എങ്ങനെയാണ് ചുറ്റി വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ല പ്രോബ്ലം തന്നെയാണ്, എവിടെ ഇരുന്നാലും ഇതിങ്ങനെ വലിഞ്ഞിങ്ങനെ തന്നെ കിടക്കും. അപ്പം നമുക്കിത് 2-3 ആദ്യം ഇങ്ങനെ മടക്കിയെടുക്കുക, നല്ല പോലെ മടക്കിയെടുക്കുക. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് വെച്ചിരുന്നതാണ്, കണ്ടോ, റബ്ബർ ബാൻഡ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചെടുത്തിട്ട് ഇത് നമുക്ക് 1-2 ഇതായിട്ട് ചുറ്റിച്ച് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ചേർത്തങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്നോളും, ഒരു സൈഡിൽ അതിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ ക്ലിപ്പ് കിട്ടും, അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുന്ന ബാക്കിൽ സ്റ്റിക്കറുള്ള ആ ക്ലിപ്പ് 2 ഇങ്ങനെ 2 സൈഡിലേക്ക് താഴെ മുകളിലോട്ട് ഒട്ടിച്ചെടുത്തിട്ട് അതിലിങ്ങനെ ചുറ്റി വെച്ചാലും മതി. അപ്പോൾ അതാണ് കുറച്ചും കൂടി എളുപ്പം തോന്നുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലിപ്പ് തീർന്നു, അല്ലെങ്കിൽ ഞാനത് കാണിച്ചിരുന്നേനെ. റബ്ബർ ബാൻഡ് ആണെങ്കിൽ അധികം പൈസയൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ അറിയത്തില്ല. മൂന്നാമത്തെ ടിപ്പ് നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലമായിട്ട് വരുന്ന തന്നെ ഒരു ടിപ്പാണ് ഈ വാഷർ ലൂസായി പോവുക. ഉണ്ടോ, ഇതിൻ്റെ വാഷർ ഇപ്പോൾ ലൂസാണ്. അപ്പോൾ ഈ വാഷർ ലൂസായി പോകുമ്പോൾ നമുക്ക് 2 രീതിയിൽ നമുക്കത് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ കുക്കറിൻ്റെ വാഷർ നമ്മൾ ലൂസാകുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കില്ലേ, അതുപോലെ വെക്കാം. അല്ല, ഇതും അതുപോലെ എടുത്ത് വെക്കാം. ഇത് പക്ഷേ അതിനൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സൊല്യൂഷനൊന്നും അല്ല. എന്നാലും നമുക്ക് അത്യാവശ്യമൊക്കെ ഇത് വാഷറും ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ഫ്രീസറിലോട്ട് വെച്ചിരുന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇതിൽ ചെയ്യേണ്ട ഒരു സൂത്രമുണ്ട്. അതെന്തോന്ന് വെച്ചാൽ, ഇതുപോലെ 1-2 റബ്ബർ ബാൻഡ് എടുക്കുക. റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ വാഷറിൻ്റെ മുകളിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പം ഈ വാഷറിന് ഇടയ്ക്ക് ഇങ്ങനെ റൗണ്ട് പോലെ ഉണ്ടല്ലോ, ഇതുപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് ടൈറ്റായിട്ടിരിക്കും. നമ്മളൊന്ന് ഇട്ടിട്ടൊന്ന് അടച്ച് നോക്കുക. ഒന്നിടുമ്പോഴേ ഏകദേശം ഇത് അടഞ്ഞു വരും, കണ്ടോ. അപ്പോൾ അതിന് ഒന്ന് പോരാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഈ വാഷർ പിടിച്ചിട്ടിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്നുകിൽ വാഷറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ആ പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പം ഞാനിപ്പം താഴെ ഇട്ടിട്ട് നോക്കട്ടെ, കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മൾ അടയ്ക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് അടഞ്ഞു വരും. അപ്പോൾ ഈ ഒന്ന് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡും കൂടി എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വാഷറിന് എത്രത്തോളം പ്രോബ്ലം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മിക്സർ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ചയില്ലാതാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മൂർച്ച കൂട്ടാനായിട്ടാണ് നമ്മൾ 2 കാര്യങ്ങൾ ഉപയോഗിക്കാം. ഒന്നുകിൽ നമുക്ക് കല്ലുപ്പ് ഇതിനകത്തിട്ട് ഒന്ന് നല്ല പോലെ പൊടിച്ചെടുക്കാം, അപ്പം ഇതിനകത്ത് നല്ല പോലെ മൂർച്ച കൂടി വരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മുട്ടത്തോടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. മുട്ടത്തോട് നമ്മൾ എടുക്കുന്ന സമയത്ത് മുട്ടത്തോട് നല്ല ക്ലീൻ ആയിട്ടുള്ള മുട്ടത്തോട് എടുക്കണം. അതെടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. പൊടിച്ചെടുത്തപ്പോൾ നല്ല പോലെ ബ്ലേഡ് നല്ല പോലെ മൂർച്ചയെല്ലാം കൂടി വന്നിട്ടുണ്ട്.
നല്ലപോലെ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ 3-4 മുട്ടയുടെ തോട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ ഇതിന് മൂർച്ച കൂടി വരും. ഇനിയിപ്പോൾ മുട്ടത്തോട് ഇടുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കല്ലുപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയിപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ അത് 3-ൽ ഏതെങ്കിലും ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ഇനി ഈ മുട്ടത്തോട് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് റോസാ ചെടിക്കോ എന്തിനെങ്കിലുമൊക്കെ ചെടികളുടെ മൂട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമായിരിക്കും. അപ്പം ഇനി നമുക്ക് ഈ മുട്ടത്തോടിങ്ങി മാറ്റിയതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല പോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സ്ക്രൂവിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഉണ്ടായിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലപോലെ പോവുകയും ചെയ്യും, നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല മൂർച്ചയും കൂടി വരും ഈ മുട്ടത്തോടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഇത് ക്ലീനായി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പം ഞാൻ ഇതും കൂടി ഒന്ന് അടിച്ചെടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് എത്രത്തോളം ക്ലീനായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ലത്. ഈ സ്ക്രൂവിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് അഴുക്ക് പോലെ ചെറിയ ഡ്രോപ്പ് പോലെ അഴുക്കുണ്ടാവും. അപ്പം നമ്മൾ എത്ര ബ്രഷൊക്കെ ഇട്ട് കഴുകിയാലും അത് പോകത്തില്ല. ഇപ്പോൾ നല്ല പോലെ ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ക്ലീനായി ബ്രഷും ഒക്കെ ഇതിൻ്റെ ബ്ലേഡൊക്കെ നല്ല പോലെ മൂർച്ചയും കൂടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പിലേക്ക് പോകാം. ഈ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ചില സമയത്ത് നമ്മൾ മുട്ടയോ അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ പീസുകളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കറി വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാറുണ്ട്. അപ്പം ഈ മുട്ടയാണ് മെയിനായിട്ട് നമ്മൾ കേക്കിനോ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പം പിന്നെ അതിന് ശേഷം നല്ല ഒരു പ്രത്യേക ഒരു ഗ്യാസ് പോലെയാണ്. നമുക്ക് പിന്നെ ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കളയാനായിട്ട് നമുക്കിതുപോലെ ചെറിയ നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, അതിൻ്റെ തൊണ്ട് മതി. നാരങ്ങ നീരൊന്നും വേണമെന്നില്ല. അത് നമുക്ക് 2-3 കട്ട് ചെയ്ത് ഇതിലേക്ക് മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നടിച്ചെടുത്താൽ മതി. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാന്ന് വെച്ചോ, അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ അരി ഉണ്ടല്ലോ, സാധാരണ ചോറ് വയ്ക്കുന്ന അരി, അപ്പോൾ ആ അരി എടുത്തിട്ട് ആ അരി കൊണ്ട് നമ്മൾ ഒരു പിടി അരി ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ, വെള്ളമൊന്നും വേണ്ട, അരി ആകുമ്പോൾ വെള്ളം വേണ്ട, ഇതുപോലെ ഒരു പിടി അരി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നടിച്ച് നല്ല പോലെ പൊടിച്ചിങ്ങെടുത്താൽ മതി. അപ്പം അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം മാറി കിട്ടും. കണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. നമ്മൾ മിക്സിക്ക് നല്ലൊരു മണവും കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയെന്നാൽ, മിക്സിയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള എയറെല്ലാം ഇതിനകത്ത് നിന്നിട്ട് ഇതിനൊരു സ്മെല്ല് വരും മിക്സിക്കകത്ത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു ചെറിയ ഒരടപ്പുണ്ടാവുമല്ലോ, അപ്പം ഈ അടപ്പ് ഇതിലേക്ക് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ തിരിച്ചങ്ങ് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് വെള്ളം അഥവാ വെള്ളം എന്തെങ്കിലും അതിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതങ്ങ് വേപ്പറൈസായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മിക്സിക്കകത്ത് സ്മെല്ലും ഉണ്ടാവത്തില്ല. ഇത് നല്ല സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. ഞാനിവിടെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മുടെ മിക്സിക്ക് ഒരിക്കലും ഒരു നാറ്റവും ഒന്നും ഉണ്ടാവത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതേ കുറച്ച് ക്യാരറ്റും ബീട്രൂട്ട്, നല്ല പോലെ വാടിയ ബീട്രൂട്ടാണ്. ഇപ്പോൾ ഈ വാടിയ ബീട്രൂട്ട് നമുക്ക് ഗ്രേറ്ററിലൊന്നും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനായതുകൊണ്ടാണ് ഞാൻ തൊലിച്ചെത്താത്തത് കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ട് നമുക്ക് തോരൻ വെക്കണമെങ്കിൽ ഇപ്പോൾ കളയാൻ പറ്റത്തില്ലല്ലോ, കുറച്ച് ദിവസം ആകുമ്പോൾ അതെന്തായാലും വാടിയത് പോലെ ആവും. അപ്പം നമുക്കത് ഉപയോഗിക്കാനും പറ്റാതെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ പാടാണ് തോരൻ വയ്ക്കുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് മിക്സിയിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ഞാനിവിടെ ചെയ്യുന്ന ടിപ്പാണ്. അപ്പം ഇത് ഇങ്ങനെ 2-3 പീസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട്, ഇപ്പോൾ ക്യാരറ്റും ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വലിയ പീസ് വാടിയതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഇതിലിങ്ങനെ ചെയ്തെടുക്കാനായിട്ടുള്ളത്. മറ്റേ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ. അപ്പം ഇതിങ്ങനെ 2-3 പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാം. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇതിൻ്റെ പൾസ് മോഡുണ്ടല്ലോ, ഇട്ടിട്ട് ഒരടി അടിച്ചാൽ മതി. ഇതിൻ്റെ പൾസ് മോഡിലിടുക, ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ നോക്കണം നമുക്ക് എത്രത്തോളം ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ ആയിട്ടില്ലേ എന്ന്. ഇത് ജസ്റ്റ് ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് തോരൻ്റെ അതേപോലെ, നമ്മൾ തോരൻ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, നമുക്ക് തോരൻ എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത് അതുപോലെ വന്നിട്ടുണ്ട്. കണ്ടോ,
ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് തോരൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഗ്രേറ്ററിൽ പോലും നമുക്ക് ഇത്രയും ഇതിൽ കൂടുതൽ സമയമാവും. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് 2-3 പ്രാവശ്യം ആ പൾസ് മോഡിലിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഈ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് നമ്മുടെ വലിയ ജാറ്, നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്ന ജാറുണ്ടല്ലോ, ആ ജാറിലാണ് ഈ ടിപ്പ് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ജാറിനൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അരിയും ഉഴുന്നെല്ലാം അരച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്താലും അതിൻ്റെ ഈ സൈഡിലെല്ലാം അത് പറ്റി പിടിച്ചിരിക്കും. ഒരു വിധത്തിൽ അത് പോകത്തില്ല. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കാൻ നേരത്ത് അതിൽ നല്ലപോലെ അതിൻ്റെ അംശങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അത് ക്ലീനായി വരത്തുമില്ല, നല്ല ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി അരച്ചതിന് ശേഷം എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു കപ്പ് കുറച്ച് ചൂടുവെള്ളം, നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രയും ചെറിയൊരു ചൂടുവെള്ളമായിരിക്കണം. വലിയ ചൂടുള്ള വെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത്. ഇത് ചെറിയ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അപ്പോൾ അത് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ വിം ലിക്വിഡ് ഉണ്ടല്ലോ, ലിക്വിഡ് 1-2 തുള്ളി, സ്പൂണല്ല തുള്ളി, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതേ അടപ്പ് വെച്ചിട്ട് നല്ല പോലെ അടച്ചിട്ട് നല്ല പോലെ, ഇതിപ്പോൾ ഞാൻ ഇതേ മാവ് അരച്ചിട്ട് ഞാൻ വെച്ചേക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഇത് മാവിൻ്റെ അംശമൊക്കെ ഉണ്ട്. നല്ല പോലെ അടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഇതിന് നമ്മൾ മിക്സി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ ഇതിനകത്തുള്ള ആ അഴുക്കുകളെല്ലാം ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേ കണ്ടോ, നമ്മൾ ഇത് മിക്സിയുടെ ഏറ്റവും മുകൾ ഭാഗം വരെ ഇത് തെറിച്ച് പതഞ്ഞ് വന്ന് നിൽപ്പുണ്ട്. ഇനി നമ്മൾ കഴുകിയെടുത്താൽ മാത്രം മതി. കണ്ടോ, പതഞ്ഞ് പൊങ്ങി നിൽക്കുകയാണത്. കണ്ടോ, നല്ല പോലെ പതയെല്ലാം വന്ന് നിൽപ്പുണ്ട്. ഇത് നല്ല പോലെ ക്ലീനായി കാണും. ഇനി ഞാനിതൊന്ന് കളഞ്ഞ് കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാമല്ലോ. അപ്പം ഇത് നോക്കി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയാണ് എടുത്തത്. അപ്പം നമ്മുടെ മിക്സി നല്ല പോലെ ക്ലീനായി വന്നിട്ടുണ്ടോ. ഞാൻ നല്ല പോലെ ഇത് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓരോ ദിവസമുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ക്ലീനിങ്ങിൻ്റെ ആണ് ഞാൻ പറയുന്നത്. അപ്പം അതിന് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഗോൾഗേറ്റാണ്. വൈറ്റ് കളർ ഗോൾഗേറ്റിൻ്റെ ഒരു ട്യൂബിൽ നിന്ന് കുറച്ചെടുക്കുക. വൈറ്റ് കളർ തന്നെ വേണം. എന്നിട്ട് ഒരു നനഞ്ഞ തുണിയിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ, നനഞ്ഞ തുണിയിലേക്ക്. എന്നിട്ട് നല്ല പോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കുക. അപ്പം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗോൾഗേറ്റ് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല പോലെ ക്ലീനായി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ വയറിൽ നമുക്ക് ഇതിൻ്റെ മഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ജസ്റ്റ് ആ ഗോൾഗേറ്റ് ഒന്ന് അതുകൊണ്ട് ആ പോർഷൻ കൊണ്ടൊന്ന് നമുക്ക് തുടച്ചു കൊടുത്താൽ മതി. നല്ല പോലെ ക്ലീനായി വരും. കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗോൾഗേറ്റ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് നമുക്കൊരു ബ്രഷ് ഇങ്ങനെ എടുത്തിട്ട് ആ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടോ, അതിപ്പോൾ നല്ല പോലെ ക്ലീനായി വരും. ഈ ചെറിയ മിക്സിയുടെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.